ആ പല്ലങ്ങ് എടുത്തു കളഞ്ഞിട്ട് ഡോക്ടറെ, അത് ഭയങ്കര വേദനയാണ്. ഞാൻ ഡോക്ടർ ബിനിത, ഡെന്റിസ്റ്റ് ആണ്, ടൂത്ത്ലെസ് ഫാമിലി ഡെന്റൽ. ഈ കൂട്ടത്തിൽ പെടുന്നവരാണോ നിങ്ങള്? കഴിഞ്ഞ ദിവസം എന്റെ അടുത്ത് വന്നിട്ടുള്ള ഒരു പേഷ്യന്റ് പറഞ്ഞതാണ് കേട്ടോ. ഞാൻ അവരെ പല്ലിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നിടത്തോളം അവർ എന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്, കുറെ നാളായിട്ട് കേടാ ഡോക്ടറെ, ചവയ്ക്കാൻ വയ്യ, കിടക്കാൻ വയ്യ, അതങ്ങ് എടുത്തു കളഞ്ഞു, കുറെ മരുന്ന് കഴിച്ചു വന്നിട്ടും കുറവില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്? നിങ്ങൾ ഒരിക്കലും പല്ല് എടുത്തു കളയരുത്. പല്ലിന്റെ ഭാഗങ്ങൾ എത്രത്തോളം കൂടുതലാണോ അത്രത്തോളം നമുക്ക് ആ പല്ലിനെ രക്ഷപ്പെടുത്താനായിട്ട് കഴിയും. ഇനി എപ്പോഴാ പല്ല് എടുക്കേണ്ടി വരിക? പല്ല് കേട് വന്ന് പല്ലിന്റെ മുകളിലെ ഭാഗം അത്രയേറെ ദ്രവിച്ച് പൊട്ടിപ്പോയി വേരിനെ അത് ബാധിച്ചു, വേരിനും ഫലമില്ല എന്നുള്ള കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അത് എടുക്കാവുള്ളൂ. അതെങ്ങനെയാ മനസ്സിലാക്കുക? ഞങ്ങൾ ഒരു എക്സ്റേ എടുത്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ആ എക്സ്റേയിൽ നമുക്ക് നന്നായിട്ട് മനസ്സിലാവാൻ കഴിയും. ഇനി സ്കാനുകളും അവൈലബിൾ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പല്ല് എപ്പോ പറിക്കണം എന്നുള്ളതല്ല. ആ പല്ല് പറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. പല്ല് പറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? പല്ല് കേടുവന്ന് ഒരു പരിധിയിലധികം വേദന സഹിച്ചിരിക്കുന്ന കണ്ടീഷനിലാണല്ലോ നിങ്ങൾ പല്ലെടുക്കാനായിട്ട് തീരുമാനത്തിലെത്തുന്നത്. അപ്പോ ഉള്ള അവൈലബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. എന്താണ് പല്ലിന്റെ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാല്? പല്ലിന്റെ വേരിന്റെ ഉൾഭാഗം, അതിലാണ് പല്ലിന്റെ ജീവൻ എന്ന് പറയുന്ന കണ്ടന്റ് ഇരിക്കുന്നത്. അതിലെന്തൊക്കെയുണ്ട്? പല്ലിലേക്കുള്ള രക്തം നൽകുന്ന രക്തക്കുഴലുകളും പല്ലിനുള്ള സെൻസേഷൻസ് നൽകുന്ന ഞരമ്പുകളുമാണ് ഉള്ളത്. ഇതാണ് പല്ലിന് ജീവൻ നൽകുന്നത്. ആ ജീവൻ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് വേദന അറിയുന്നത്. ആ ജീവൻ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ചൂടറിയുന്നത്, തണുപ്പറിയുന്നത്, നിങ്ങൾക്ക് ആക്റ്റീവായിട്ട് ചവയ്ക്കാൻ കഴിയുന്നത്. പല്ല് ജീവനോടെ ഇരിക്കുന്നത് കൊണ്ട് മാത്രമാണ്. ഇനി അതിന്റെ ജീവൻ നഷ്ടപ്പെടുന്ന പ്രോസസ്സാണ് ഈ പല്ല് കേട് വന്നിട്ട് സംഭവിക്കുന്നത്. ഈ കണ്ടീഷനിൽ വരുമ്പോൾ നമ്മൾ ആ പല്ലിന് ധരിപ്പിച്ചതിന് ശേഷം പല്ലിന്റെ ജീവനുള്ള ഭാഗം എന്നറിയപ്പെടുന്ന ഞരമ്പിനെ റിമൂവ് ചെയ്യാണ് ചെയ്യുക. അതിനെ എടുത്തു കളയുമ്പോൾ പല്ലിന്റെ വേര് മുറിച്ച് കളയലാണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഒരിക്കലും പല്ലിന്റെ വേര് മുറിച്ച് കളയലല്ല. പല്ലിന്റെ ഉൾഭാഗത്ത് നിന്നും ആ ഒരു കണക്ഷൻ പല്ലിലേക്ക് പുറമെ നമ്മൾ ശരീരത്തിൽ നിന്ന് കൊടുക്കുന്ന ബ്ലഡ് സപ്ലൈ, നെർവ് സപ്ലൈ നമ്മൾ കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് ആ പല്ലിന്റെ ഉൾഭാഗത്ത് ക്ലീൻ ചെയ്ത് ഇൻഫെക്റ്റഡ് ആയിട്ട് ഇരിക്കുന്ന ഭാഗങ്ങളെ, നെർവ്സിനെയും ബ്ലഡ് വെസൽസിനെയും എല്ലാം എടുത്ത് ക്ലീൻ ആക്കി ആ ഭാഗം ഗട്ട പർച്ച എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഉപയോഗിച്ച് ഫില്ല് ചെയ്ത് അതിന് വേണ്ട വിധം സ്ട്രെങ്ത് ഉള്ള, ബലം കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ഫില്ലിംഗ് കൊടുത്ത് നമ്മൾ പല്ലിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. റൂട്ട് കനാൽ ചെയ്യാൻ എന്തുകൊണ്ടാണ് എല്ലാവർക്കും മടി എന്നറിയാം. ഒബ്വിയസ്ലി റൂട്ട് കനാൽ എക്സ്പെൻസീവ് ആണ്. പക്ഷേ നിങ്ങളുടെ പല്ലിന് അത്ര വിലയേ ഉള്ളൂ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. നിങ്ങൾ 6 വയസ്സില് നിങ്ങൾക്ക് പെർമനന്റ് ആയിട്ടുള്ള പല്ല് വരുന്നവരാണല്ലേ? നിങ്ങൾക്ക് ഓരോരുത്തരുടെയും പ്രായം ഇപ്പൊ എത്രയായി? എന്റെ ആണെങ്കിൽ എനിക്കിപ്പോ 35 വയസ്സായി. എന്റെ 6ാം വയസ്സിൽ വന്നിരിക്കുന്ന അണപ്പല്ലാണ് കേടെങ്കിൽ 6 വയസ്സ് മുതൽ എന്റെ 35ാമത്തെ വയസ്സ് വരെ എന്നെ ചവയ്ക്കാനും കഴിക്കാനും എന്റെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങളും എല്ലാം നൽകാനും ഒക്കെ എന്നെ സഹായിച്ചിട്ടുള്ള എന്റെ പല്ലിനെ ഞാൻ കൊടുക്കുന്ന വിലയാണ് ഒരു റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് നമുക്ക് കൊടുക്കാൻ കഴിയാത്തത്. അതൊരു ശരിയായ പ്രവണതയാണ്. നിങ്ങൾ ആദ്യം കേട് വരാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കേട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തുടക്കത്തിലെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുമല്ല, അതും ചെയ്യാതെ വൈകി കാത്തു നിൽക്കാതെ അതിനെ പറിച്ചു കളയാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കേണ്ടത് ഇത് തന്നെയല്ലേ? നിങ്ങൾ ഇത്രയേറെ സഹായിച്ച ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് മാറ്റി കളയാൻ പറ്റുമോ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന്? പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് പല്ലിനെ എടുത്ത് കളയാം? നിങ്ങളുടെ 5 വിരലുകളില് ഒരു വിരലിന്റെ അറ്റത്ത് ഒരു ചെറിയ മുറിവ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ വിരൽ മുറിച്ച് മാറ്റാനായിട്ട് റെഡി ആകുമോ? ആ വിരലിന് പോസിബിൾ ആയിട്ടുള്ള എന്ത് ട്രീറ്റ്മെന്റ് ചെയ്യാനും നിങ്ങൾ റെഡി ആയിരിക്കില്ലേ? പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഒരു പല്ല് എടുത്ത് കളയാനായിട്ട് ധൃതിപ്പെടുന്നു? 32 പല്ലുകൾ ഉള്ളത് കൊണ്ടാണോ? ഓരോ പല്ലിനും അതിൻ്റെതായിട്ടുള്ള ആക്ഷൻസ് ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള ഉപയോഗങ്ങളുണ്ട്. ഒന്ന് പോയി കഴിയുമ്പോഴാണ് അതിന്റെ ഉപയോഗം ചെയ്യാൻ കഴിയാതെ വായിലുള്ള മറ്റു പല്ലുകള് ബുദ്ധിമുട്ടുന്നതായിട്ട് കാണുന്നത്. എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ആ പല്ല് പോയാൽ ഉണ്ടാവുക? നിങ്ങളുടെ ഒരു പല്ല് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു പല്ല് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗ്യാപ്പിലേക്ക് അടുത്ത പല്ലുകൾ നീങ്ങുന്നതായിരിക്കും. പ്രത്യേകിച്ച് നമുക്ക് അണപ്പല്ലുകളൊക്കെയാണ് നഷ്ടപ്പെടുന്നതെങ്കിൽ നമ്മള് ഈ പോയ ഭാഗത്തേക്ക് അടുത്തുള്ള പല്ലുകൾ ചെരിഞ്ഞ് വീഴുന്നതായിട്ട് കാണും.
കൂടാതെ നമ്മുടെ പല്ല് എപ്പോഴും അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരേ ലെവലിലാണ്. മുകളിലെ പല്ലുകൾക്ക് താഴത്തെ പല്ലുകളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ, കടിക്കുന്ന രീതിയിലാണ്. അങ്ങനെയാണ് നമുക്ക് ചവയ്ക്കാൻ കഴിയുക. അങ്ങനെയാണ് നമ്മുടെ ജോയിന്റ് കൃത്യമായ രീതിയിൽ പ്ലേസ് ചെയ്യപ്പെടുന്നത്. ഒരു പല്ല് പോകുമ്പോൾ ഈ ജോയിന്റിനാണ് ഇത് ബാധിക്കുന്നത്. എങ്ങനെ? കാരണം ഇവിടെയുള്ള കടികളുടെ വ്യത്യാസം വരും. അതിന്റെ ഭാഗമായിട്ട് ഈ പല്ല് ചെരിയുന്നു, ഈ പല്ല് ചെരിയുന്നു, മുകളിലെ പല്ല് താഴോട്ട് ഇറങ്ങി വരുന്നു. ഇങ്ങനത്തെ സുപ്രാ എറപ്ഷൻ പോലുള്ള മറ്റു ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാവും. അതിന്റെ ഭാഗമായിട്ട് പല്ലിന്റെ കടിയിൽ വ്യത്യാസം വരും. കടിയിൽ വ്യത്യാസം വരുമ്പോൾ എന്താകും? നിങ്ങൾക്ക് ഈ ഒരു ഭാഗം ചവയ്ക്കാൻ പറ്റാതെയാവും. ഒബ്വിയസ്ലി നിങ്ങൾ ഇങ്ങോട്ട് തിരിയും. ഇവിടെയുള്ള പല്ലുകളെ നിങ്ങൾ ശ്രദ്ധിക്കാതെയാവും. ഇവിടെ പല്ലുകൾക്ക് കൂടുതൽ കേടുവരും. ഇവിടെയുള്ള പല്ലുകൾക്ക് കൂടുതൽ തേയ്മാനവും വരും. അങ്ങനെ ഒരു പല്ല് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ മൊത്തം വായിലുള്ള എല്ലാ പല്ലുകളെയാണ് ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ പോകും. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്തിട്ട് പല്ല് പറിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്താതെ അതിനെ രക്ഷപ്പെടുത്താൻ പറ്റുന്ന ഒരു കണ്ടീഷൻ ആണെങ്കിൽ നിങ്ങൾ അതിനെ രക്ഷപ്പെടുത്തണം എന്നാണ് ഞാൻ പറയുന്നത്.